സുബ്രേട്ട എന്നാ ഇപ്പൊ നിങ്ങള് വന്നു? ആരെ ഇപ്പൊ നിങ്ങളെ കാത്തിക്കണത്? നിങ്ങള് നാട്ടുകാര് ഗൾഫുകാർ വന്നാൽ അപ്പോൾ തുടങ്ങും പോകാനായെന്ന്. എനിക്ക് പോകാൻ 2 മാസം കൂടി ബാക്കിയുണ്ട്. ഞാൻ ഇവിടെ കുറച്ച് പണിയുണ്ട്, ആശേരി പണി. അപ്പോൾ അതിന് ആശാരിമാർ വരാറ് കുറേ ദിവസം പറയുന്നു, ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ വരാൻ പോലെ കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ. അല്ലെങ്കിലും ആശാരിമാരെ നേരത്തും കാലത്തും വരുമോ? നിങ്ങൾ പോണ വഴിക്ക് പോയിക്കോളി. അല്ലെങ്കിൽ ഇപ്പോൾ ആൾക്കാരെ കിട്ടണ്ടേ ആശാരിമാരെ? നമുക്കിതിപ്പോൾ അറിയായിട്ടല്ല സംഭവം, കിട്ടാൻ ആള് വേണ്ടേ? അപ്പോൾ പോലെ കാത്തിരിക്കുന്നേ. സുബ്രേട്ട നിങ്ങൾ പറഞ്ഞ ആൾക്കാർ ഇതാ വരുന്നത്. അവർ ആശാരിമാരൊന്നുമല്ല, അവർ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ കണക്കിടാൻ വേണ്ടി ചിലപ്പോൾ വരുമായിരിക്കും. ഈ ഡ്രസ്സിലാണ് പിന്നെ ആശാരി പണിക്കാരല്ലേ? ഓല ആശാരി പണിക്കാരനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവർക്ക് പണി വല്ലതും അറിയോ? അല്ല എങ്ങനെയൊക്കെയാണ് പണിക്കോല്? പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് കഴിഞ്ഞാൽ പഠിക്കാൻ പറയാം, ഒരു കള്ളിമുണ്ടും ഒരു ബനിയനും പിന്നെ മോക്കോല് കച്ചവത്തും ഉണ്ടാവും, അങ്ങനെ ഇത് പണിക്കുവന്ന്. ഇപ്പൊ ഇക്കൊല്ലത്തെ കാലം ഓരോ പണിക്ക് ആരാ പണിക്ക് വിളിക്കോലെ? ഇങ്ങനെയൊക്കെ ആശാരി പണിക്കോല് ഒരു പണി അറിയോ? അതും എനിക്ക് അറിഞ്ഞൂടാ. എനിക്കത് വേണം തീർത്ത് പോകും പണിക്ക് ദിവസങ്ങളില്ല. എത്താട്ടാ ഇപ്പൊ പഴയ മാതിരിയൊന്നല്ല. ഇപ്പൊ ഡ്രസ്സ് നിങ്ങൾ നോക്കണ്ട, ഇപ്പൊ പല വേഷമാണ്. നമ്മളെ ഡ്രസ്സിലൊന്നും നോക്കണ്ട നമ്മളൊക്കെ എല്ലാ പഠിത്തവും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ കുലത്തൊഴിലായിട്ടാണ് നമ്മളെ ഏട്ടത് കൊണ്ടെടുക്കുന്നത്. പണിയൊക്കെ പഠിച്ചിട്ട് അത്യാവശ്യം പണി സ്വന്തമായിട്ട് ചെയ്യുമെന്ന് അറിഞ്ഞിട്ടാണ്. അല്ലാതെ നിങ്ങളെ തൊള്ളയിൽ കേൾക്കാനല്ല ഇപ്പൊ നമ്മളിവിടെ വന്നത്. നിങ്ങൾ പണി ഞങ്ങളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ചെയ്താൽ മതി, അല്ലെ ഞങ്ങൾ പോവാം അല്ലേ? ഞങ്ങൾ പോയിക്കോളാം. ഏതായാലും നിങ്ങൾ വായ നാവ് കുറച്ച് കുറയ്ക്കുക, കുറച്ച് അഹങ്കാരം കൂടുതലാ. പണിക്കാർക്ക് ഇത്ര അഹങ്കാരം പാടില്ല, ഒരു ക്ഷമയൊക്കെ വേണം പണിക്കാർക്ക്. ഇതിൽ നിങ്ങൾ വന്നില്ലേ 2 പണി തരങ്ങൾക്ക് ഇനി പണി വന്നിക്കാണ്ട് വേണം. ഞങ്ങൾക്ക് ആ പണിയും വേണ്ട കുണിയും വേണ്ട, ഞങ്ങൾ പോവാണെങ്കിൽ പോവാ. നിങ്ങളെ ഓശാനത്തിനൊന്നല്ല, ഞങ്ങൾ നല്ലോണം പണി എടുത്തിട്ട് അതിന്റെ പൈസ വാങ്ങുള്ളൂ. അല്ലാതെ വെറുതെ എന്നിട്ടൊന്നും പൈസ വാങ്ങൂല. ഞങ്ങൾക്ക് ഈ വേഷം ഇതൊന്നും നോക്കണ്ട. ഞങ്ങൾ പാരമ്പര്യമായിട്ട് പണി പഠിച്ചിട്ട് തന്നെയാണ്. അല്ലാതെ നിങ്ങളെ പണ്ടത്തെ ഒരു ഭൂശാസികളൊക്കെ ഉണ്ട്, നമ്മൾ വന്നാൽ ഇപ്പോഴും കൂലിപ്പണിക്കാർ. നമുക്ക് പണി അറിയില്ല, ഡ്രസ്സ് ഇട്ടാൽ പാൻറ് ഇട്ടാൽ മറ്റേത് ഓല് ഭയങ്കര പണി അറിയാത്ത ആൾക്കാർ, അതൊക്കെ വെറുതെയാണ്. വൈകുന്നേരം വരെ പണി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പൈസയും വാങ്ങും. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ട് പറയാം, അല്ലാതെ ഒന്നും വേണ്ട. നമുക്ക് പോവല്ലേ, നിങ്ങൾ വേറെ വെച്ച് നോക്കിക്കോളൂ, നമുക്ക് വേണ്ട. ഞങ്ങൾ അഹങ്കാരം കൊണ്ടൊന്നുമല്ല, ഇങ്ങനെ പുച്ഛിക്കരുത് ആരോടും. നിങ്ങളും ഇതേമാതിരി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരോ ഏർപ്പാട് നടത്തുന്നത്. കൂലിപ്പണി അല്ലേക്ക്, പക്ഷെ ഞങ്ങൾ കുടുംബം കഴിയാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കണേ. എന്നാ ശരി, ഞങ്ങൾ നോക്കിക്കോളി. സുബ്രേട്ട നിങ്ങൾ ഓലെ പണിക്ക് മടക്കി വിടണ്ടില്ലായിരുന്നു. ഓലെ കൂലിപ്പണി എടുക്കുന്ന ആൾക്കാരല്ലേ, ഓല് പണിയെടുത്തുനിന്ന് ജീവിക്കുന്ന ആൾക്കാരല്ലേ, മടക്കി വിടണ്ടില്ലായിരുന്നു. പക്ഷെ അവർക്ക് അഹങ്കാരം കൂടുതലാ, ഇത്ര അഹങ്കാരം പാടില്ല. പക്ഷെ എനിക്കും വിഷമമുണ്ട്. പക്ഷെ അവരെ അഹങ്കരിച്ച് പോയാൽ വിളിക്കാൻ പാടില്ല. പണിക്കാർ കാശിനെ വേറെ കിട്ടുന്നു, നിങ്ങൾക്കല്ല ബുദ്ധിമുട്ട്, നമുക്കത് ബുദ്ധിമുട്ടില്ലേ അതിന്? പണിക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, നമുക്കത് തോന്നിയിട്ടില്ല. സുബ്രേട്ട അത് നിങ്ങളെ തോന്നലാണ്. പണിക്കാരെ കിട്ടാൻ പണിയാണ്. ഞാനിവിടെ നിന്നാലേ അതിന്റെ പാവം കൂടി ഏൽക്കാവില്ല, ഞാൻ പോവാണ്. പണിക്കാരെ ഇഷ്ടം പോലെ കിട്ടാണ്ട് ഓലെ വിചാരം പണിക്കാരെ വരെ കിട്ടില്ല എന്നാണ്. ഇഷ്ടം പോലെ ഞാൻ അപ്പം വിളിച്ചാൽ പോരും, ഞാൻ വിളിച്ചു നോക്കട്ടെ. ഹലോ, രാജനല്ലേ? ഞാൻ അവിടെ 2 ദിവസം പണി ഉണ്ടായിരുന്നു. ഇവിടെ ഒരു സീലിങ്ങിന്റെ വർക്ക് ഉണ്ടായിരുന്നു, പിന്നെ 2 കട്ടിൽ ഉണ്ടാക്കാനുണ്ട്. അതിനിപ്പോ പിന്നെ നമുക്ക് ഒഴിവുണ്ടാകുമോ? സുബ്രേട്ട, ഞാൻ ഏറ്റ പണിയുണ്ട്, വലിയൊരു വീടിന്റെ പണിയുണ്ട്, അതിനൊന്നും ആളെ കിട്ടാനില്ല. അപ്പൊ ഞാൻ 6 മാസത്തേക്ക് ഞങ്ങോട്ടും പണിയൊന്നും ഏറ്റില്ല. അപ്പൊ നമുക്ക് തീർത്തു കൊടുക്കേണ്ട വർക്കാണത്. അപ്പൊ നിങ്ങൾ വേറെ ആരും നോക്കല്ലേ നല്ലത്. തന്നെ ശരി, എന്നാ ഓക്കെ. എന്നാ ഞാൻ വേറെ നോക്കാം. ഞാൻ പിന്നെ ഇവിടെ 2 ആൾക്കാർ വന്നിരുന്നു. അപ്പൊ അവര് പിന്നെ കുറച്ച് അഹങ്കാരം കൂടി, അപ്പൊ അവർക്കും കൂടി എനിക്കും കൂടി. അപ്പൊ ഒറ്റച്ച് പോയി, ഇനി വേറെ തിരിച്ചു കിട്ടുന്നുണ്ടാവില്ല. ഇപ്പൊ വേറെ നോക്കട്ടെ ഞാൻ. ഇതിപ്പോ അവരെ പറഞ്ഞു വിടണ്ടില്ലായിരുന്നു. ഇതിപ്പോ പണ്ടാരോണ്ട് പറഞ്ഞ പോലെ പിടിച്ചേനെ വിട്ട് പറക്കേണ്ട കൂടെ പോയി. രണ്ടും ഇല്ലാണ്ട് കടിച്ചില്ല പിടിച്ചല്ലേ ഉണ്ടായി.